തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞ കേസിൽ കുറ്റപത്രത്തിൽ നിന്നും ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി. KSRTC ഡ്രൈവർ യദു കൃഷ്ണനെ മേയർ അസഭ്യം പറഞ്ഞിട്ടില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതി. കുറ്റപത്രത്തിൽ നിന്ന് മേയറെയും ഭർത്താവിനെയും ഒഴിവാക്കിയതിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് പരാതിക്കാരൻ യദു കൃഷ്ണൻ പറഞ്ഞു. മൊത്തം 5 പ്രതികളാണ്. 5 പ്രതികളിൽ മൂന്നാമത്തെ പ്രതിയെ മാത്രം ആഡ് ചെയ്ത് ചെറിയൊരു പെറ്റി കേസ്, സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ടു എന്നുള്ള പെറ്റി കേസ് മാത്രം ആണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പോരാ, അതുകൊണ്ട് പ്രൈവറ്റ് അന്യായം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കോടതിയിൽ, 3ാം കോടതി. അശ്ലീല വാക്കുകൾ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്, എന്നെ ഇറങ്ങടാ വണ്ടിന്ന് മറ്റേ മോനേന്ന് വിളിക്കുന്നതും അസഭ്യമല്ലെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ തന്തയ്ക്ക് വിളിച്ച് നിന്റെ തന്തയുടെ വകയാ റോഡെന്നൊക്കെ ചോദിച്ചതൊക്കെ ചാനലില് മീഡിയാസിലും വീഡിയോ സഹിതം വന്നതാണ്. അപ്പൊ അത് ഇപ്പൊ തെളിവല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇത് ഇവരെ പേര് ഒഴിവാകാനെന്ന് വെച്ചാൽ പോലീസുകാരെ നിയമം ഇപ്പൊ പാർട്ടി ഇരിക്കുന്നിടത്തോളം കാലം പോലീസുകാരെ അവരെ വലിയ സപ്പോർട്ട് ചെയ്യുള്ളൂ. തുടർ നടപടി എന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്രൈവറ്റ് അന്യായമല്ലേ കൊടുക്കുന്നത്. പ്രൈവറ്റ് കംപ്ലൈന്റില് 6 പ്രതികളുണ്ട്, ഓരോ പ്രതിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടക്ടറാണ്. മെമ്മറി കാർഡിന്റെ ഡീറ്റെയിലേക്ക് കണ്ടക്ടറിനല്ലേ അറിയാവുള്ളൂ. കണ്ടക്ടറല്ലേ അവസാനം വരെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇവിടെ ഒരു സാധാരണക്കാരനാണ് ഒരു KSRTC ബസ് തടഞ്ഞെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടിയും പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഉണ്ട്. ഇവിടെ മേയറും മേയറുടെ ഭർത്താവ് MLAയും ഈ കേസിൽ നിന്നും അവരെ ഒഴിവാക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മേയറുടെ സഹോദരൻ മാത്രം പ്രതിയാകുന്നു. ഇവിടെ ഒരു സാധാരണക്കാരനായ KSRTC ഡ്രൈവറെ വീണ്ടും വേട്ടയാടുന്നൊരു സാഹചര്യം. എന്താണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? 4 മാസം മുമ്പ് കന്റോൺമെന്റ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഈ KSRTC ബസ് തടഞ്ഞു നിർത്തി റോഡ് ബ്ലോക്ക് ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ അരവിന്ദാണ്. അതുകൊണ്ടാണ് വാഹനം ഓടിച്ചിരുന്ന അരവിന്ദിനെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല 5 പേരായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ മേയർ ആര്യ രാജേന്ദ്രനും ആര്യയുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അതിൽ ഈ സച്ചിൻ ദേവ് ഈ അസഭ്യം പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വാഹനത്തിലെ യാത്രക്കാർ അങ്ങനെ ഒരു അസഭ്യവർഷമല്ല അവിടെ ഉണ്ടായത്, അത് അശ്ലീല ആംഗ്യം കാണിച്ചതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് എന്ന തരത്തിൽ ഒരുപോലെ 3 യാത്രക്കാർ മൊഴി നൽകി. അതോടൊപ്പം ഈ വാഹനത്തിന് ഹൈഡ്രോളിക് ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഹൈഡ്രോളിക് ഡോറ് പുറത്തു നിന്ന് ഒരാൾക്ക് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറാൻ കഴിയില്ല. അത് അകത്ത് നിന്ന് ഡ്രൈവർ സ്വിച്ചിട്ട് ഓണാക്കിയപ്പോൾ മാത്രമാണ് ആ ഡോർ ഓപ്പൺ ആകുകയും അതിനകത്തേക്ക് MLA സച്ചിൻ ദേവ് കയറി വന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ യദു ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ഈ പ്രതിപട്ടികയിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് കന്റോൺമെന്റ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം പോലീസ് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ഇതിൽ ഒരു തിരിമറി നടത്തിയിരിക്കുകയാണ് എന്നതാണ് യദു ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ്, അതായത് ഈ ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്ന ആ കണ്ടക്ടറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 6ാം പ്രതിയായി ഈ കണ്ടക്ടറെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിലെ CCTV ദൃശ്യങ്ങളുടെ കസ്റ്റോഡിയൻ ആ ബസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടക്ടറാണ്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും കണ്ടക്ടർക്കാണെന്നാണ് യദുവിൻ്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അടുത്ത ദിവസം കോടതി ഈ കാര്യത്തിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ നിയമ പോരാട്ടം നടത്താനാണ് പരാതിക്കാരനായ KSRTC ഡ്രൈവറായ യദു കൃഷ്ണന്റെ തീരുമാനം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.